ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും 2026 പുതുവർഷത്തിലാണെങ്കിൽ തിരുവാതിര നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത്. ദൈനംദിന ജീവിതത്തിൽ വളരെ വേഗത്തിൽ ഉയർച്ച നേടണമെന്ന് ചിന്തിച്ച് നിരന്തരമായിട്ട് പരിശ്രമിക്കുന്നതായിട്ടുള്ള ഈ തിരുവാതിര നക്ഷത്രക്കാരിലെ അവരുടെ സംസാര രീതി കൊണ്ടായാലും ആത്മാർത്ഥമായിട്ടുള്ള പെരുമാറ്റം കൊണ്ടായാലും മറ്റുള്ളവരെ വേഗത്തിൽ സ്വാധീനിക്കുവാൻ കഴിയുന്നവരാണ്. കൂടാതെ തൻ്റെ കൂടെ നിൽക്കുന്നവരുടേതായിട്ടുള്ള എന്തൊക്കെ വിഷമഘട്ടങ്ങളിലും പ്രയാസഘട്ടങ്ങളിലും അവരുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ അവരെ സഹായിക്കുവാനും അവരെ രക്ഷിക്കുവാനും കഴിയുന്നവരാണ്. എന്നാലോ താൻ സഹായിച്ചവരിൽ നിന്ന് എന്തെങ്കിലും അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വന്നാലോ അപ്പോൾ തന്നെ പ്രതികരിക്കുന്നവരായിട്ടും ഈ നക്ഷത്രക്കാർ മാറും. ദേഷ്യം വന്നാലോ ആ ദേഷ്യത്തെ പെട്ടെന്ന് നിയന്ത്രിക്കുവാൻ സാധിക്കുന്നവരല്ല. പൊതുവേ കുടുംബ ബന്ധങ്ങളിലായാലും മക്കളിലായാലും വളരെയധികം കൂടുതൽ സ്നേഹവും വാത്സല്യവും കാണിക്കുന്നവരായിട്ടുള്ള ഈ നക്ഷത്രക്കാർ കുടുംബത്തിലോ മക്കളിലോ എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വന്നാൽ പിന്നെ അതിനെ ബുദ്ധിപരമായിട്ട് തരണം ചെയ്യുവാൻ നിരന്തരമായിട്ട് പരിശ്രമിക്കുന്നവരാണ്. ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ കാര്യങ്ങളിലൂടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നവരായതുകൊണ്ട് താൻ ഏറ്റെടുത്തതായിട്ടുള്ള ഏതൊരു കാര്യമായാലും അത് വൃത്തിയായിട്ടും ആത്മാർത്ഥതയോടു കൂടിയിട്ടും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തൻ്റേതായിട്ടുള്ള പരിശ്രമത്തിലൂടെ വിശ്രമമില്ലാതെ സ്വന്തമായിട്ടുള്ള പരിശ്രമത്തിലൂടെ ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരുന്നവരാണ് ഈ തിരുവാതിര നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാർ പൊതുവെ ശിവനെ ആരാധിക്കുന്നതും ശിവക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുന്നതും വളരെ വളരെ നല്ലതാണ്. ഈ പുതുവർഷത്തിൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്നതായിട്ടുള്ളൊരു സമയമാണ്. വർഷത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ ജൂൺ മാസം 2-ാം തീയതി വരെ ജന്മവ്യാഴത്തിൻ്റേതായിട്ടുള്ള ഒരു സ്വാധീന ശക്തിയും ഈ സമയത്ത് കർമ്മസ്ഥാനത്ത് കണ്ടകശനിയിലൂടെ സഞ്ചരിക്കുന്നതായിട്ടുള്ള ശനീശ്വരൻ്റേതായ സാന്നിധ്യശക്തിയും കാണുന്നതുകൊണ്ട് വർഷാരംഭത്തിൽ ആരോഗ്യപരിപാലനത്തിൽ യാത്രകളിൽ ഡ്രൈവിങ്ങിൽ എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കഴിവതും ഈ ഒരു സമയങ്ങളിൽ അനാവശ്യമായിട്ടുള്ള യാത്രകളെ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. എന്നാലോ ധാരാളമായിട്ടുള്ള യാത്രകൾക്ക് സാധ്യത കാണുന്നതുകൊണ്ട് വീഴ്ചകളോ ക്ഷതങ്ങളോ വരാതെ നോക്കണം. എന്നാൽ ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ സർവീശ്വരകാരകനായിരിക്കുന്ന ദേവഗുരുവായിട്ടുള്ള വ്യാഴം ധനസ്ഥാനമായിട്ടുള്ള 2-ാം ഭാവത്തിൽ ഉച്ചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ടും രാഹുകേതുക്കളുടേതായിട്ടുള്ള അനുകൂല സ്ഥിതി കാണുന്നത് കൊണ്ടും ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ദൈനംദിന ജീവിതത്തിൽ നിലനിന്നിരുന്നതായ എല്ലാ വിഷമതകൾക്കും മാറ്റം വന്ന് ഭാഗ്യപരമായിട്ട് ഉണർവും മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിലാണെങ്കിൽ സന്തോഷവും അഭിവൃദ്ധിയും കാണുന്നതായിട്ടൊരു സമയമാണ്. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ മനസ്സന്തോഷത്തിന് സാധ്യത കാണുന്നുണ്ട്. ഇനി കുടുംബപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ കുടുംബ ബന്ധങ്ങളിൽ അഭിവൃദ്ധിയിലേക്കും ശ്രേയസ്സിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയമാണ്. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ വളരെയധികം ശ്രേയസ്സിന് സാധ്യത കാണുന്നുണ്ട് ഈ ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ. ഇനി തൊഴിൽപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ ചില നല്ല നല്ല അവസരങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. ബിസിനസ് പരമായിട്ടാണെങ്കിൽ പുതിയ പുതിയ പദ്ധതികൾ തുടങ്ങുവാനും നിലനിൽക്കുന്നതായിട്ടുള്ള ബിസിനസ്സിനെ വിപുലീകരിക്കുവാനും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ.
ഇനി വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയസാധ്യത കാണുന്നുണ്ട്. ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സ്ഥിതി കാണുന്നതായിട്ടൊരു സമയമാണ്. ഈ ഗുണാനുഭവങ്ങളെല്ലാം പറയുന്നുണ്ടെങ്കിലും ചില സമയങ്ങളിൽ ഉണ്ടാകുന്നതായ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ വരാതെ കൂടുതലും ശ്രദ്ധിക്കണം ഈ തിരുവാതിര നക്ഷത്രക്കാർ. അതുകൊണ്ട് ഈ ഒരു സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാന് സഹസ്രനാമാർച്ചന ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നതും ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും എല്ലാം വളരെ വളരെ നല്ലതാണ്.